സിഗ്നേച്ചർ PSC കോച്ചിങ് സെൻറ്ററിൻ്റെ HSST കൊമേഴ്സ് ടോപ്പിക് വൈസ് എക്സാം ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു എക്സാം ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാ ഏരിയയുടെയും ക്വസ്റ്റ്യൻസ് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ലഭിക്കും. ഓരോ ദിവസവും നിങ്ങൾക്ക് പോർഷൻസ് നൽകി 2 ദിവസത്തെ സമയം പഠിക്കുന്നതിനായി നൽകിക്കൊണ്ടാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. PDF ഫോമാറ്റിലാണ് ക്വസ്റ്റ്യൻസും PDF നോട്ട്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നോട്ട്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ചില ചോദ്യോത്തരങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ആൻസർ കീ ആണ് ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതൽ നിങ്ങളുടെ സമയം കൂടുതൽ സേവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആൻസർ കൂടി പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പഠിച്ചു പോകുന്ന മുറയ്ക്ക് ചില റെഫറൻസ് നടത്തുന്നതിന് വേണ്ടി മാത്രമാണ്. ഇന്നിവിടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന 3rd മൊഡ്യൂളിലെ ചില ക്വസ്റ്റ്യൻസ് ആണ്. എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ്, അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ തുടങ്ങിയ പോർഷൻസ് ഡിസ്കസ് ചെയ്യുന്ന ആ ഏരിയയിൽ നിന്നുമുള്ള ചില ചോദ്യോത്തരങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ ചില ക്വസ്റ്റ്യൻസ് കൂടി വർക്കൗട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആവശ്യമുള്ളവർ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന് സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഞങ്ങളുടെ പുതിയ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യ ചോദ്യം, മോഡേൺ പോർട്ട്ഫോളിയോ തിയറി ഈസ് എ കോൺട്രിബ്യൂഷൻ ബൈ ആൻസർ ഹാരി മാർക്കോവിറ്റ്സ്. Second question, arbitrage pricing theory was introduced by Stephen S. Ross. The concept never pulling all your eggs in one basket is explained in Markowitz model. Then who introduced mean variance analysis in portfolio theory? Harry Markowitz. Then 5th question, the concept എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ഈസ് എ കോൺട്രിബ്യൂഷൻ ബൈ ഹാരി മാർക്കോവിറ്റ്സ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് തന്നെ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ഇത് ഈസി മോഡലുള്ള ക്വസ്റ്റ്യനാണ്. പിന്നീട് മുന്നോട്ട് പോകും തോറും കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി, അതായത് നിങ്ങൾ നന്നായി നോട്ട്സ് വായിച്ചാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യോത്തരങ്ങളും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകും. ഓക്കെ, ദെൻ 6th question, dash is the measure of risk in the case portfolio with 2 securities. ആൻസറായി വരുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ നോട്ട്സ് നന്നായി പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായിട്ട് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CML stands for Capital Market Line. Then efficient frontier is situated at dash boundary of opportunity set northwest. Then which pricing model provides no guidance on the determination of the risk premium factor? Answer, the multi-factor APT. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുന്നതോടൊപ്പം തന്നെ മാക്സിമം നിങ്ങളുടെ ടെക്സ്റ്റിലെ പോയിൻ്റ് കൂടി ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ദെൻ 11th question, ഞാൻ ചില ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്താണ്, അപ്പോൾ നിങ്ങൾക്കത് വായിക്കാനുള്ള സമയം ലഭിക്കും, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്ത് വായിക്കുന്നത്. ദെൻ ദ APT ആർബിട്രേജ് പ്രൈസിംഗ് തിയറിയാണ്, ഡിഫേഴ്സ് ഫ്രം CAPM Capital Asset Pricing Model because the APT recognize multiple systematic risk ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിഫറൻസിയേഷനാണ് അവിടെ വരുന്നത്. അതും നിങ്ങൾ നോട്ട്സ് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ അടുത്ത 2 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവാർഡ് ടു വേരിയബിലിറ്റി റേഷ്യോ ഈസ് ഷാർപ്പ് റേഷ്യോ. റിവാർഡ് ടു വേരിയബിലിറ്റി റേഷ്യോ എന്നറിയപ്പെടുന്നത് ഷാർപ്പ് റേഷ്യോ ആണ്. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റാൻഡം വാക്ക് തിയറി വാസ് പോപ്പുലറൈസ്ഡ് ബൈ ബർട്ടൺ കിൽ. അതുപോലെ എലിയറ്റ് വേവ് തിയറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ഇയർ 1934. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ആൻ ഇൻഡിഫറൻസ് കർവ് ഷോസ് all combination of portfolios that are equally desirable to a particular
ഇൻവെസ്റ്റർ. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ജസ്റ്റ് ഞാനിപ്പോൾ ഒരു മോഡൽ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. 27th ക്വസ്റ്റ്യനാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. The capital asset pricing model establishes the relationship between risk and average rate of return. Then formula for capital asset pricing model, അതും ഒരു ക്വസ്റ്റ്യനായി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഇതൊരു മോഡലായിട്ട് മാത്രം ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് അടിസ്ഥാനമാക്കി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓരോ മൊഡ്യൂൾ തിരിച്ചുകൊണ്ടുള്ള ഓരോ പോർഷൻസും പഠിക്കാൻ നൽകിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻ സെറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആകും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. 9020649908 എന്നാണ് ആ ഒരു വാട്സപ്പ് നമ്പർ. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം.